എന്ന് നമ്മൾ വെളിയിലിറങ്ങിയപ്പോഴത്തേക്കും കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടോയെന്ന് പറഞ്ഞ് പോയ സമയമാണ് ഒരു സംഭവം കണ്ടത്. ആദ്യം ഞാൻ എല്ലാം ഒന്ന് തപ്പി തിരിഞ്ഞ് നോക്കുമായിരുന്നു എന്തെങ്കിലും ഉണ്ടോയെന്ന്. നമ്മൾ കുറേ ദിവസം കൊണ്ട് സൂക്ഷിച്ച് വെച്ചൊരു സാധനമായിരുന്നു ഒരു മത്തൻ. അപ്പം സാധാരണ മത്തനൊന്നും അങ്ങനെ എല്ലാവരുടെയും വീട്ടിൽ പിടിക്കാറില്ല. കാരണം അത് ഒരു മഴയിൽ അഴുകിപ്പോവാറാണ് സാധ്യത. അഴുകിപ്പോഴുമ്പം പിന്നെ ഒരുപാട് പടർന്ന് നിൽക്കത്തേ ഉള്ളൂ. കാരണം ഇത് പെട്ടെന്ന് ഈ തുമ്പി കുത്തിയൊക്കെ ചീഞ്ഞു പോകും. പക്ഷെ ഞങ്ങൾക്ക് ഒരു മത്തൻ പിടിച്ചു. എത്ര നാൾ കാത്തിരുന്നിട്ട് ആ മത്തൻ കിട്ടി. അത് ഇതുപോലെ ഇങ്ങനത്തെ പ്രാണികൾ വന്ന് കുത്തുന്നുണ്ട്. അപ്പം വലിയ കാത്തിരുന്ന് ഞങ്ങൾക്ക് കിട്ടിയൊരു സംഭവമായിരുന്നു ഈ മത്തൻ. അപ്പം പിന്നെ കണ്ടോ, ഇനി അപ്പോഴത്തേക്ക് മത്തൻ മുറിച്ചു ഒരു മത്തൻ കിട്ടി ഞങ്ങൾക്ക്. അടുത്തത് പോയപ്പോഴത്താണ് ഈ വെള്ളരിക്കയുടെ കൂടെയും അതുപോലെ മത്തൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ പാവയ്ക്ക പിടിച്ചത്. അപ്പം അതും പ്രതീക്ഷിക്കാതെ തന്നെ കിട്ടിയതായിരുന്നു. കാരണം അതും ഇങ്ങനത്തെ പ്രാണികൾ, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ചെള്ളു പോലുള്ള ജീവികൾ ഇതൊക്കെ വന്ന് പാവയ്ക്കകൾ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ പോയപ്പോൾ പിന്നെ നോക്കിയപ്പോൾ കാന്താരി ആയിരുന്നു കേട്ടോ. അപ്പം ഈ പാവയ്ക്കൊക്കെ തോരൻ വെക്കാനൊക്കെ കാന്താരി വേണ്ടേ. അപ്പം ഞങ്ങൾ 2-3 കാന്താരി പറിച്ചിട്ടുണ്ട്. നല്ല വിളഞ്ഞത് നോക്കിയാൽ പറിച്ചത്, പഴുത്തത് പറിച്ചില്ല, പിഞ്ചും പറിച്ചില്ല. നല്ല വിളഞ്ഞ കാന്താരി മാത്രമായിട്ടോ പറിക്കുന്നത്. അത്യാവശ്യം വിളഞ്ഞ കാന്താരി 5-6 പറിച്ചു. 5-6 പറിച്ചു. അങ്ങനെ അതും പറിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് വേറെ എവിടെയല്ല, വെണ്ടയിലേക്കാണ്. നമ്മൾ ഫസ്റ്റ് റൗണ്ടാണ് ഈ വെണ്ടയ്ക്ക പറിക്കുന്നത്. കണ്ടോ, ഇത് കണ്ടോ, പൂത്തിട്ടൊക്കെ ഉണ്ട്. ഉണ്ടോ, നിറയെ പൂവൊക്കെ വന്ന് കുഞ്ഞു കായൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 വെണ്ടയ്ക്ക പിടിച്ചിട്ടുണ്ട്. ഓരോ വെണ്ട കുറച്ചായി വരുന്നതേ ഉള്ളൂ. 2 വെണ്ടയ്ക്കയും പറിച്ചു. അപ്പം ഇന്ന് ഞങ്ങൾ ഈ മത്തൻ അതുപോലെ ഇത് മത്തനാട്ടോ. ഇത് തുമ്പി കുത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കേട്ടോ, അവിടെ ഒരു മഞ്ഞ കളർ കേട്ടോ, ഇത് തുമ്പി കുത്തിയതാണ്. മത്തൻ കിട്ടി, ഒരു വെള്ള കിട്ടി, അതുപോലെ നമുക്ക് 2 വെണ്ടയ്ക്ക്, കുറച്ച് മുളകും ഇത് കിട്ടി. പിന്നെ ഞങ്ങളെന്താ പെട്ടെന്ന് മറന്നു പോയി 2 കറിവേപ്പിലയും കൂടി പറിക്കുക. 2 കറിവേപ്പിലയും കൂടി പറിക്കാന്ന് വെച്ച് 2 കറിവേപ്പിലയും വെച്ചു. അപ്പം നിങ്ങളെയൊക്കെ വീട്ടിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നട്ടാൽ നമുക്ക് ഇപ്പോൾ വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത പുതിയ വീഡിയോ ആയി വരാം. ബൈ ബൈ. നന്ദി.